മൂന്നാമത്തെ ചികിത്സക്ക് പരിമിതികളുണ്ട്, എന്നാൽ സ്വാതന്ത്ര്യങ്ങൾക്ക് പരിമിതികളില്ല. ഒരു ഡോക്ടർക്ക് വേണമെങ്കിൽ ഒരു രോഗിയെ പരിശോധിച്ചതിന് ശേഷം പറയാം അദ്ദേഹത്തിന്റെ രോഗത്തിന്റെ അവസ്ഥകളെ കുറിച്ച് പറയാം. ചികിത്സിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയും. നമുക്കറിയാം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പരിമിതികൾക്ക് അപ്പുറമാണ്. നമ്മളെ കുറിച്ച് ചിന്തിച്ചു പോകുന്ന ചില സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട തറവാട്ടിലേക്ക് വന്നപ്പോൾ നമ്മൾ നമ്മളിലേക്ക് ആഴത്തിലുണ്ടായിരുന്നു. പലപ്പോഴും നമുക്ക് മേലെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടമാണ്. നമുക്ക് തൊട്ടുമുകളിലേക്ക് മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് എത്രയോ താഴെ എത്രയെത്ര ജീവിതങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. അവരെ ചേർത്ത് പിടിക്കാൻ ഒരു ആയുസ് കംപ്ലീറ്റ് ആത്മസമർപ്പണം നടത്തുന്ന, അവർക്ക് തുല്യമായിട്ട് നിൽക്കുന്ന സേവനം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ്. അപ്പൊ തറവാട് എന്ന് പറയുന്നത് എനിക്ക് ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. എൻ്റെ ഒരു അളിയൻ ഇവിടെ ഒരുപാട് കാലം ഡയാലിസിലുണ്ട്, റിയാസ്. അപ്പൊ അന്നേ എനിക്ക് തറവാടിനെ കുറിച്ച് അറിയാം. തീർച്ചയായിട്ടും നമുക്കറിയാം വർത്തമാന കാലഘട്ടത്തിൽ അവനവനിലേക്ക് മാത്രം ചുരുങ്ങിപ്പോകുന്ന, ആശയപരമായി ചിന്തിക്കാതെ ആമാശയപരമായി മാത്രം ചിന്തിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിൽ സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടുള്ള സ്പന്ദനങ്ങൾ അറിയാൻ ഇപ്പൊ നാളെ നേരത്തെ ഏച്ചിരി കൂടെ കണ്ടപ്പോൾ പരിചയപ്പെട്ടു. അപ്പോൾ മക്കൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്വപ്നമാണ്. അവർക്കുണ്ടാകുന്ന ചില കഴിവുകൾ, എക്സ്ട്രാ ഓർഡിനറി കഴിവുണ്ടാകും. നമുക്ക് സാധാരണ നമുക്ക് രണ്ട് കൈയും രണ്ട് കാലുള്ള നമുക്കുണ്ടാകുന്ന കഴിവിനേക്കാൾ അപ്പുറത്തേക്ക് ഒരുപക്ഷെ ഇതിൽ എന്തെങ്കിലും ഒരു ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള ഓവർ കഴിവുകൾ അവർക്കുണ്ടാകും എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ അതാണ് നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയും. അപ്പൊ നമുക്കറിയാം നമ്മളെല്ലാം ഇതൊരു ലൈവ് ഇത്ര മാത്രമേ നമുക്ക് പറയാൻ കഴിയും. അടുത്ത സെക്കൻഡിൽ എന്താണ് നമുക്ക് പോലും നമ്മളെ കുറിച്ച് പറയാൻ കഴിയില്ല. നമുക്കൊരു അറിയാതെ വന്നു കഴിഞ്ഞാൽ അത് പഴുത്തു പോയി, പിന്നൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ആകെ താളം തെറ്റാൻ തുടങ്ങും. അപ്പം മനുഷ്യനായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്. നമ്മൾ സാധാരണ മക്കളോടൊക്കെ പറയാറില്ലേ, എന്താവാൻ ആഗ്രഹം പറയുമ്പോൾ ചില മക്കളൊക്കെ പറയും ഡോക്ടർ ആവാൻ ആഗ്രഹമുള്ളെന്ന് പറയും. അങ്ങനെ ഒരു ചോദ്യമാണ് പണ്ട് കാലത്ത് നമ്മൾ ചോദിക്കാറ്. ഇപ്പൊ ചോദിക്കുന്ന ചോദ്യം അതല്ല, ഡോക്ടറായിട്ട് എന്തിനാ ആ ചോദ്യം. ഡോക്ടറായിട്ട് എന്താണ് ആഗ്രഹം, ഡോക്ടറായിട്ട് എന്തിനാ ആ ചോദ്യത്തിന് ഉത്തരം പറയുന്ന സോഷ്യൽ കമ്മിറ്റ്മെന്റ്. എൻ്റെ മുന്നിലേക്ക് വരുന്ന രോഗികൾക്ക് ഞാൻ മരുന്ന് കുറിച്ച് കൊടുക്കുമ്പോൾ ഒരു ഡോക്ടർ ഭക്ഷണത്തിന് മുമ്പ് 2 ഗുളിക, ഭക്ഷണത്തിന് ശേഷം ഇത്ര കഴിക്കണം എന്ന് പറയുമ്പോൾ ആ ഡോക്ടർ ഭക്ഷണത്തിന് മുമ്പ് ഭക്ഷണ ശേഷം എന്ന് പറയുമ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന രോഗിക്ക് ഭക്ഷണം വാങ്ങാനുള്ള ശേഷിയുണ്ടോ എന്ന് ചിന്തിക്കുന്ന സാമൂഹിക ബോധമുള്ള ഒരു പുതിയ തലമുറയാണ് നമുക്ക് ആവശ്യം. അത്തരം തലമുറകൾക്ക് ഏറ്റവും മനോഹരമായ ഒരു പാഠശാലയാണ് തറവാട് എന്ന് പറയുന്നത്. തറവാടിലേക്ക് കടന്നു വരുമ്പോഴുള്ള ഓരോ അന്തരീക്ഷം നമ്മളിലേക്കാണ് കാണുന്നത്. ഡയാലിസിസ് ഉൾപ്പെടെയുള്ളതാവട്ടെ, മറ്റ് എല്ലാവരും ഉണ്ടായിട്ടും ആരോരും ഇല്ലാത്തവരെ സ്നേഹത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് ഉമ്മമാരും നമ്മളിവിടെ കാണും. നമ്മളൊന്ന് കൈ ചേർത്ത് പിടിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് നൊമ്പരങ്ങളും സ്വപ്നങ്ങളും വികാരങ്ങളും അവരുടെ കണ്ണുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്ന സുന്ദര നിമിഷങ്ങൾക്കാണ് ഈ സായാഹ്നം നമ്മൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഒരുപാട് പേരുണ്ട് വലിയ സാമ്പത്തികമായിട്ട് ഉയരങ്ങളിലേക്ക് എത്തേണ്ടെങ്കിൽ അതൊന്നും ഒരു മാനദണ്ഡമല്ല. അപ്പൊ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇപ്പോൾ ചായ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിക്കും, ഉമ്മ കുടിച്ചു പോയൊരു ചായ ഒരുപക്ഷെ നമ്മൾ കുടിക്കാൻ മടി കാണിക്കുന്ന ഒരു കാലഘട്ടം. കാരണം ഉമ്മ വായ വെച്ചു പോയ ഒരു ചുണ്ടാണ്. എന്നാൽ പഴയ കാലഘട്ടത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് ഗർഭസ്ഥ വേളയിൽ ഈ പൊക്കിൾക്കുടയിൽ ഉമ്മ ചവച്ചരച്ച ആ സംവിധാനമാണ് നമ്മൾ കൃത്യമായിട്ട് ഉള്ളിലേക്ക് ആർജിച്ചെടുത്തത്. എന്നാൽ പുതിയ കാലഘട്ടത്തിൽ ഒരു ഗ്ലാസ് ചായ കുടിക്കും, ഉപ്പ് കടിച്ച ചായ കുടിച്ച് അവരെ ചുണ്ട് വെച്ച് എന്ന് പറയും മാറ്റിവെക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പം നമ്മളിലേക്ക് ചിന്തിക്കുവാനും ഈ ദുനിയാവ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് കുറച്ച് കാലത്തേക്ക് മാത്രമുള്ളതാണ്. ഒരുപക്ഷെ വിളവെടുക്കാൻ നാളെ മനോഹരമായ മറ്റൊരു ലോകമുണ്ട്. അപ്പോൾ ഇവിടെ വിത്ത് പാകാൻ നമുക്ക് സാധിക്കണം. ആ വിത്ത് പാകുക എന്ന് പറയുന്നത് നമുക്ക് ഉള്ളതെല്ലാം നമുക്കുള്ളത് മാത്രമല്ല, നമുക്കുള്ളതെല്ലാം ഒരിക്കലും നമുക്കുള്ളത് മാത്രമല്ല, ചുറ്റുമുള്ളവർക്ക് മാത്രമുള്ളവരെ അല്ലെ ചുറ്റുമുള്ളവർക്ക് കൂടി ഉള്ളതാണ്. ഇത്തരം പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളെ തീർച്ചയായിട്ടും പഠിച്ചവൻ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുമ്പോൾ അതിനൊരു മറുഭാവം, ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയിട്ട് എന്ത് നീ ചെയ്യും എന്നൊരു ചോദ്യത്തിനുള്ള ഉത്തരം നൽകാനുള്ള ഏറ്റവും നല്ല വേദിയാണ്, ഏറ്റവും നല്ലൊരു സാഹചര്യത്തിലാണ് തറവാട്ടിലേക്ക് നമ്മൾ എത്തപ്പെടുന്നത്. തീർച്ചയായിട്ടും ഓരോ ആഘോഷവേളകൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരം ആഘോഷങ്ങൾ ഇത്തരം കുടുംബ ബന്ധങ്ങളിലൂടെ ആസ്വദിക്കാൻ പറ്റാതെ 4 ചുമരിനുള്ളിൽ ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന ഒരുപാട് ആൾക്കുണ്ട്. അവർക്ക് സ്നേഹവും സാന്ത്വനവും പരിഗണനയൊക്കെ ആയിട്ട് നമ്മളാണ് മുന്നിലേക്ക് എത്തേണ്ടത്. നമ്മളെല്ലാം ഒന്നും ചേരുമ്പോഴാണ് അതൊരു വിശാലമായ കുടുംബമായിട്ട് മാറും. അവിടെ മനസ്സിൽ അത്ര സുന്ദരമായ സന്തോഷം നിറഞ്ഞിട്ടുണ്ടാകും. ഇവിടെ വന്ന് എല്ലാവരെയും പരിചയപ്പെട്ടു പോയപ്പോൾ അവിടെ മനസ്സിൽ കുട്ടികളെ ചേർത്ത് പിടിക്കുമ്പോൾ അവിടെ മനസ്സിലുണ്ടാവും. ഞാനിത് ഒരുപാട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എൻ്റെ ഉമ്മ സ്ട്രോക്ക് വന്നിട്ടാണ് മരണപ്പെട്ടത്. അപ്പോൾ 4 വർഷം പെട്ട് എനിക്കറിയാം
ഒരു പെരുന്നാളിന്റെ ദിവസത്തിന് 2 ദിവസം മുന്നേ ഞാൻ പങ്ങളെ കൂടിയായിരുന്നു വന്ന് താമസിക്കുന്നത്. ഞാൻ പല്ലശ്ശേരി പോയിട്ട് പങ്ങളോട് മരുമക്കളൊക്കെ ചോദിക്കും എന്താ ഡ്രസ്സ്, എന്താ ആഗ്രഹം, ഏത് ഡ്രസ്സാണ് വേണ്ടത് ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ ഉമ്മയോട് യാദൃശ്ചികമായിട്ട് ചോദിച്ചു പോയത് എന്താണ് ആഗ്രഹം, അറിയാതെ ചോദിച്ചു പോയത്. അന്ന് ഉമ്മ എന്നോട് പറഞ്ഞത് പെരുന്നാളിന്റെ 2-3 ദിവസം മുന്നേ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞ ഉമ്മ എന്നോട് പറഞ്ഞത് എൻ്റെ വലത് കയ്യിൽ ഒരു കൊതുക് വന്നിട്ടുണ്ട്, അതിലൊന്ന് അടിച്ചു കൊടുക്കാം. എൻ്റെ സ്പോക്ക് വന്ന് അവിടെ കിടക്കാണ്ട് കയ്യും കാലും അനങ്ങാത്തൊരു മനുഷ്യന് ഏറ്റവും വലിയ അഭിലാഷം എന്താണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ വലതു ഭാഗത്തുനിന്ന് ഒരു കൊതുകുണ്ട്, അതിനെനിക്ക് അടിക്കാൻ കഴിയില്ല, ഒന്ന് മാറ്റിത്താണ്. അപ്പൊ അവിടെയാണ് നമ്മൾ പലപ്പോഴും പല ചിന്തകളിലേക്ക് പോകുന്നത്. തീർച്ചയായും തറവാടിൽ വന്ന ഈ സായം നമ്മുടെ മനസ്സിൽ മനുഷ്യത്വത്തിന്റെ നല്ല അംശങ്ങൾ വേരൂന്നുവാൻ, അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ, നമ്മൾക്കുള്ളതല്ല, നമുക്ക് മാത്രം ഉള്ളതല്ല, നമ്മൾ മറ്റുള്ളവർക്ക് കൂടി ചെയ്യാനുള്ളതാണ്. അത് നമുക്ക് അധികമുള്ളത് മറ്റുള്ളവർക്ക് ചെയ്യുക എന്നല്ലതല്ല, നമുക്കുള്ളതിൽ നിന്നും ഒരു ഭാഗം മറ്റുള്ളവരിലേക്ക് മാറ്റിവെക്കാനുള്ള വിശാലമായ നല്ല മനസ്സുകയും സാമൂഹിക ബോധവുമുള്ള ചുറ്റുപാടുകളിലേക്ക് എത്തിക്കാൻ പുതിയ കുട്ടികളെയൊക്കെ ഇത്തരം സെന്ററുകൾ വന്ന് കാണുവാനും രോഗി പരിചരണത്തെക്കുറിച്ചും അവരെ തറവാട് സ്വീകരിക്കുന്നതിനെ കുറിച്ചും അവിടെ എങ്ങനെയാണ് ഇവിടെ എത്തപ്പെടുന്ന ഡയാലിസിസ് രോഗികളെ കുറിച്ചൊക്കെ എനിക്കറിയാം. പലതും ഞാൻ റിയാസിലൂടെയൊക്കെ കേട്ട പല അനുഭവങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഇവിടെ വരുന്നവരെ ചേർത്ത് പിടിക്കുന്നത് അവരുടെ ഒരു വാക്കുകളിലൂടെ ആയുർദൈർഘ്യം കൂടുകയാണ്. മാനസികമായ സംതൃപ്തി എന്ന് പറയുന്നതാണ്, മെന്റൽ പവർ എന്ന് പറയുന്നത്, മാനസികമായി കരുത്ത് ആർജിക്കാൻ ഒന്ന് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ, ഇന്നിവിടെ മെഡിസിൻ ഒരു നേരം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഈ ഒരു ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന മാനസികമായ പവർ, ആ കരുത്ത് തീർച്ചയായിട്ടും നമുക്കൊക്കെ അതിന് താങ്ങാവാൻ തണലാവാനും കുറച്ചുകൂടി അനുഗ്രഹിക്കട്ടെ. ഇത്തരം നമ്മുടെ കൂട്ടായ്മകളിലൂടെ നമുക്ക് അത്തരം പോരാട്ടങ്ങൾ നടത്താം. പരിശുദ്ധമായ റമദാൻ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മുടെ മക്കളുടെ സന്തോഷങ്ങൾ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഇത്തരം സന്തോഷങ്ങളിലേക്ക് ഏർപ്പെടേണ്ടവരാണ് ഇത്തരം സെന്ററിൽ കഴിയുന്നവർ. അവരാരോരുമില്ലാത്തവരെ ചേർത്ത് പിടിക്കാനും, എല്ലാവരും ഉണ്ടായിട്ടും ആരോരുമില്ലാത്തവരെ സ്നേഹത്തിന് പോയി വിതുക്കുന്നവരെ അവരെയും നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയണം. അതുപോലെ ഒരുപാട് ചെറിയ മക്കളൊക്കെ ഇവിടെ എത്തപ്പെട്ടിട്ടുണ്ട്. അവരെയൊക്കെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഒരു വാക്കുകൊണ്ടോ സ്നേഹം കൊണ്ടോ സാമ്പത്തികമായിട്ടോ ഒരു കരുതൽ കൊണ്ടോ എങ്ങനെയാവട്ടെ അവരെ ചേർത്ത് പിടിക്കാനും തറവാട് ഇനി ഇവിടെ വരുന്ന ഒരുപാട് പേർക്ക് ആശ്വാസമാവാനും തിരിച്ച് ജീവിതത്തിലേക്ക് പോകുവാനും താങ്ങും തണലുമാവാനുള്ള ഒരു വലിയ കേന്ദ്രമായി പടർന്ന് പന്തലിക്കട്ടെ. ഇത് എനിക്ക് തോന്നുന്നു എല്ലാ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇതൊരു ചാപ്റ്റർ എന്ന രീതിയിൽ പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ ഇതിന്റെ ഒരു വലിയ ഇന്നലെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം നമുക്കറിയാം. ഓരോ ദിവസവും നമ്മുടെ മുന്നിൽ ഓരോ കാഴ്ചകളും ഓരോ സെക്കൻഡും ഓരോ രോഗങ്ങളുമായിട്ട് മുന്നിൽ വരികയാണ്. നമുക്കൊന്നും പറയാൻ കഴിയില്ല നമ്മൾ ഉള്ളിൽ എന്ത് പേര് നടക്കുന്നു എന്ന് ഇപ്പോഴും നമുക്ക് ആർക്കും പറയാൻ പറ്റാത്ത ലോകമാണ്. അപ്പൊ അവിടെയാണ് മുന്നിൽ പോകുമ്പോൾ ചേർത്ത് പിടിക്കാൻ ഇങ്ങനെ നമ്മൾ ആളുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു കരുത്താണ്. അത്തരം കരുത്തിന്റെ ഒരു ഭാഗമാവാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ.